ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഒരു റെന്റഡ് ഹോമിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു വീട് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് അവിടെ ഉണ്ടാവും അല്ലേ. പലപ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ വീട് മാറേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫർണിച്ചറുകളൊക്കെ ആ വീട്ടിൽ നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമോ, നമ്മുടെ സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ ആ ഒരു വീട്ടിലെ സൗകര്യം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരം സിറ്റുവേഷൻസിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു ഫർണിച്ചറാണ് ഈ ഒരു ബുക്ക് ഷെൽഫ്. ഇത് ഐക്യയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ബുക്ക് ഷെൽഫാണ്. ആക്ച്വലി ഒരു ബുക്ക് ഷെൽഫ് എന്നുള്ള പർപ്പസിൽ തന്നെയാണ് ഇത് മേടിച്ചത് എന്നുണ്ടെങ്കിലും ഞാനിത് പല രീതിയിൽ പല വീട്ടിലും ഉപയോഗിച്ചെടുത്തിട്ടുണ്ട്, ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വീടുകളിലൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് ലിവിങ് റൂമിലാണ്. നമ്മുടെ ടി വി സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ടി വി യൂണിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ടി വിയുടെ താഴെയുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡെക്കർ പീസുകളൊന്നും വെക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെൽഫ് നമ്മുടെ ലിവിങ് റൂമിൽ ടി വി ക്യാബിനോട് ചേർന്ന് സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഡെക്കർ ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡെക്കർ ഐറ്റംസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫോട്ടോസ് അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിട്ടാണല്ലോ പൊതുവേ നമ്മൾ നമ്മുടെ ലിവിങ് റൂം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഡെക്കർ ഐറ്റംസും കുറച്ച് പ്ലാന്റുകളും ഒക്കെ വെച്ചിട്ട് ലിവിങ് റൂം ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബുക്ക് ഷെൽഫ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരുപാട് വലിയൊരു ഷെൽഫൊന്നും അല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഷെൽഫാണ്, നല്ല ഒതുക്കത്തിലുള്ള ഒരു ഷെൽഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ഇത് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടതാണ്. ഇപ്പോൾ ടി വി ക്യാബിനോട് ചേർന്ന് വളരെ കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്ക് ഈ ഒരു ഷെൽഫ് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്ക് ലിവിങ് റൂം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാം. ഇനി ലിവിങ് റൂമിന് പകരമായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ചേർന്നാണ് ഈ ഒരു ഷെൽഫ് സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്രോക്കറി ഷെൽഫാക്കിയിട്ടും ഇതിനെ മാറ്റാം. നമുക്കറിയാം, ഒരു ക്രോക്കറി യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ക്രോക്കറി ഷെൽഫൊക്കെ മേടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്താലാണ് നമുക്ക് ഒരു ഷെൽഫൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ബുക്ക് ഷെൽഫ് ഉപയോഗിച്ചെടുക്കാം. നമ്മൾ അത്യാവശ്യം ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ക്രോക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഏരിയ ആക്കാം. ഒപ്പം തന്നെ അതൊരു ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ നമുക്കറിയാം അല്ലേ, നമ്മൾ ക്രോക്കറി ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തൊക്കെ വെക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷെൽഫ് ഉപയോഗിച്ചെടുക്കാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാൽക്കണിയിലാണ്. നമുക്ക് അത്ര ഒരുപാട് വലുപ്പമുള്ള ഒരു ബാൽക്കണിയൊന്നുമല്ല, അത്യാവശ്യം നീളം ഉണ്ടെങ്കിലും വീതി കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകളൊന്നും അങ്ങനെ ഫ്ലോറിലായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനൊന്നുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാക്സിമം പ്ലാന്റുകൾ ഇൻക്ലൂഡ് ചെയ്ത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഷെൽഫ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. സാധാരണ നമുക്കറിയാം, നമ്മളൊരു പ്ലാന്റൊക്കെ വെക്കാനുള്ള ലാഡർ പോലത്തെ സ്റ്റാൻഡ് ഒക്കെ മേടിക്കണമെങ്കിൽ അത്യാവശ്യം പൈസയാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷെൽഫ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബാൽക്കണിയിലും ഈ രീതിയിൽ ഉപയോഗിച്ചെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുട്ടികളുടെ സ്റ്റഡി ഏരിയയിലാണ് കേട്ടോ. നമുക്കറിയാം, ഇതൊരു ബുക്ക് ഷെൽഫായിട്ടാണ് നമ്മൾ ഐക്യയിൽ നിന്ന് മേടിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഞാനൊരു ബുക്ക് ഷെൽഫ് മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത്, ഒരു സ്റ്റോറേജ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഇപ്പോൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡി ടേബിളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടാവും അല്ലേ. ബുക്സ്, പെൻസില്, ബാക്കിയുള്ള അവരുടെ ക്രാഫ്റ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും.
അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ലൊരു സ്പേസാണ് ഈ ഒരു ഷെൽഫ്. നമുക്ക് അവർ സ്കൂളിലേക്ക് യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഐറ്റംസൊക്കെ ഓരോ ബോക്സുകളിലാക്കിയിട്ട് വെക്കാം. അതുപോലെ തന്നെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതുപോലത്തെ ബാസ്ക്കറ്റുകളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ എക്സ്ട്രാ ഐറ്റംസ് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്, അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പെന്ന്, പെൻസിൽ, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ഷെൽഫിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ കുട്ടികൾക്ക് അറിയാലോ അല്ലേ, പെട്ടെന്ന് അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഒരു ബുക്ക് ഷെൽഫിൽ ഉപരിയായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഷെൽഫിനെ ഉപയോഗിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്ട്രാ ഒരു പഴയൊരു ചോക്ലേറ്റിൻ്റെ ബോക്സാണ്. അതായത് കുട്ടികളുടെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ ID കാർഡ്, അതുപോലെ വാച്ച്, ഇപ്പോൾ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് ഈ ഒരു ഷെൽഫിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത്രയും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസും അതിലുണ്ടാവും. ഇപ്പോൾ കുട്ടികളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ അവർ വരച്ച ഡ്രോയിങ്സോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകളും ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷെൽഫ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ക്ലോത്തുകളൊക്കെ വെക്കുന്ന വാർഡ്രോബുകളൊക്കെ കുറച്ച് ചെറിയതാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂമിലും ഈ ഒരു കബോർഡ് ഉപയോഗിച്ചെടുക്കാം. അതായത് അത്യാവശ്യം നമ്മുടെ തുണികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്. സാധാരണ നമ്മൾ ഇതൊക്കെ നമ്മുടെ കബോർഡിൽ ഏതെങ്കിലും ഒരു ഷെൽഫിലായിരിക്കും വെക്കുക. അത്രത്തോളം നമ്മുടെ ഡ്രസ്സുകളൊക്കെ വെക്കാനുള്ള സ്ഥലം നമുക്ക് കുറയുക ചെയ്യും. അപ്പം അതിന് പകരമായിട്ട് ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡെയിലി നമുക്ക് പിന്നെ ഡോർ മാറ്റുകളൊക്കെ, ഇതൊക്കെ എന്തായാലും നമ്മളൊരു 2-3 നമ്മൾ എല്ലാവരും എക്സ്ട്രാ വാങ്ങിച്ചു വെക്കുന്നവരായിരിക്കും. അതുപോലത്തെ എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ നമുക്ക് റൂമിൽ തന്നെ ഈ ഒരു കബോർഡിൽ വെച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം. അത്രയും നമുക്ക് വാർഡ്രോബിലെ സ്പേസ് നമുക്ക് ലാഭിക്കാനും പറ്റും. ഇപ്പോൾ ഡിഫറെൻറ്റ് ബാസ്ക്കറ്റിലൊക്കെ ആക്കിയിട്ട് ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തോന്നുകയും ചെയ്യും. പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും നമ്മുടെ കബോർഡിലെ സ്പേസും നമുക്ക് ലാഭിക്കാം. ഇതൊരു വുഡൻ ടൈപ്പ്, വുഡല്ല, ഒരു വുഡ് മൾട്ടിവുഡ് ടൈപ്പ് ഫർണിച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ബാത്റൂമിനോട് കയറുന്ന ഡോറിനോട് ചേർന്നിട്ടുള്ള സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ സോപ്പ്, ഷാംപൂ, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാത്ത് ടവൽ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ബാത്റൂമിന് പുറത്തായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനും ഈ ഒരു കബോർഡ് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു ഷെൽഫ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചണിലാണ്. നമ്മുടെ മുമ്പത്തെ വീട്ടിലൊക്കെ കിച്ചണിൽ സൗകര്യം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ സ്പൈസസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കബോർഡ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്പൈസസ് ഒക്കെ വെക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട് വിചാരിക്കുക. പക്ഷെ നമുക്കറിയാം നമ്മുടെ കിച്ചണിൽ നമുക്ക് എത്ര തന്നെ സ്ഥലം ഉണ്ടായാലും തികയില്ല അല്ലേ. അപ്പോൾ നമുക്ക് സ്പൈസസിന് പകരമായിട്ട് നമ്മുടെ കിച്ചണിലെ എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഒണിയൻ ബാസ്ക്കറ്റ് ഉണ്ടാവും, ഫ്രൂട്ട് ബാസ്ക്കറ്റ്, ഇതുപോലത്തെ ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്, ചെറിയ മിക്സി, അതുപോലെ ജ്യൂസർ, ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നമുക്ക് ഈ ഒരു ഷെൽഫ് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫർണിച്ചറുകളൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുറച്ച് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫർണിച്ചറുകൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്യാഷും ലാഭിക്കാം. ഒപ്പം തന്നെ നമുക്ക് നല്ല വീട് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.